മുത്തപ്പ, മണ്ടൻ മുത്തപ്പ, എന്താടാ? സത്യത്തിൽ ആരാണ് ഈ ഷൺമുഖൻ? നമ്മുടെ അന്നദാതാവ്, വാകീറിയ ദൈവം നമുക്കായി തന്ന അന്ന മാർഗം. ഈ നഗരത്തിലെവിടെയോ ഷൺമുഖനുണ്ട്. അതെ, മാർക്കറ്റിലെ കച്ചവടക്കാർക്കിടയിൽ ഷൺമുഖനും സഹായി മമ്മാലിയും കൂടി പിരിവിനിറങ്ങുന്ന സമയമാണിത്. രാവിലെ 900 കൊടുത്താൽ വൈകുന്നേരം 1000 പിരിച്ചെടുക്കുന്ന ദ്രവ്യ ഇടപാട്. $90 കൊടുത്താൽ 100 കിട്ടുന്ന ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാം. മോനെ മമ്മാലിക്ക, ഈ ബാങ്കുകാര് പലിശക്ക് വളരെ കുറച്ചല്ലോ. നിങ്ങളുടെ കമ്പനിക്ക് ഇത് ബാധമല്ലേ? എന്റെ മുത്തൊരു കാര്യം, നീ 10,000 രൂപ വേണമെങ്കിൽ റിസർവ് ബാങ്കിൽ നിന്ന് നേരിട്ട് കുറഞ്ഞ പലിശക്ക് വാങ്ങിക്ക്. ഞാൻ നിന്റെ കുടുംബത്ത് വന്നിട്ട് പറഞ്ഞാടാ, ഇത്തിരി കാശ് കടം വാങ്ങടാ മോനെന്ന്. നീ കാശറാവതൂരി. ഷൺമുഖൻ എന്ന ബാങ്കർ പണം പിരിക്കട്ടെ, പലിശയും കൊള്ളപ്പലിശയും വാങ്ങി കൂടുതൽ ധനികനാവട്ടെ. ഷൺമുഖ, നിനക്ക് സായാഹ്ന വന്ദനം. ബെസ്റ്റ് ബെസ്റ്റ്. പുള്ളിയേരി പുള്ളിയേരി എന്ന് പറഞ്ഞ ഇവനാടാ. നരി നരി അങ്ങോട്ട് ബെട്ടി സൈസ് ആക്കും മോനെ ബിലാലെ. എന്താ ക്ഷമോട്ടാ കോള്? എടാ, വേൾഡ് മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടിയില്ലേ? പിന്നെ നമ്മളുടെ സൗരവ് ഗാങ്ങളുടെ മോളുടെ നൂല് കിട്ടും. രണ്ടും വലിയ വലിയ കാര്യങ്ങളല്ലേ, നമ്മൾ ആഘോഷിക്കാണ്ടിരിക്കാൻ പറ്റുമോ? പിന്നെ ഒന്നും മാറണപ്പാ. ഷൺമു സാറേ, പലിശയും സമയത്ത് ചേരാത്തോണ്ട് നമ്മ 2 ബോട്ട് കടപ്പുറത്ത് പിടിച്ചിട്ടില്ലേ? ആരേഞ്ചാല് യൂസഫിന്റെ അനിയൻ കമാലിന്റെ അവൻ വന്നിട്ടുണ്ട്, കൂടെ 4-5 ചെക്കന്മാരും. കാശും കൊണ്ടാണ് അതാ വെറുതെ മാർക്കറ്റ് കാണാൻ വന്നത്? ലക്ഷണം കണ്ടിട്ട് അവൻ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് മേടിക്കാൻ വന്ന മട്ടാണ്. കമാലെ, എന്താണ്ടാ? സാറിനൊന്ന് കാണാൻ വന്നതാ, പലയിടത്തും തപ്പി. അങ്ങനെ തപ്പി നടക്കാൻ സാറെന്താടാ നിന്റെ ടൗസറിന്റെ തുളയും താഴെ പോയതാണ്? നീയല്ലേ സാറിനെ കാണാൻ കൊടുക്കാതെ മുങ്ങി നടക്കുന്നത്? ഷൺമുഖൻ. ഷൺമുഖേട്ടാ, യൂസഫിന്റെ കമാൽ മാർക്കറ്റിലെത്തിയാ? അവന്റെ കൂടെയുള്ള തോമ്പടിക്കാരൻ പ്രകാശന്റെ അറിയല്ലേ, ഇരുമ്പുണ്ട്. ശരിയടാ മോനെ. പറകമാലെ, കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? കാശ് കിട്ടുമ്പോ തരും, പക്ഷെ ബോട്ട് ഞാൻ ഇന്ന് കടലിലിറക്കും. അത് പറയാനാ വന്നത്. അത് പറയാൻ നീ എന്തിനാ ഇത്രയും ദൂരം വന്നത്? നിന്റെ ബാപ്പക്ക് അമ്മോഷ്ക മൊയ്തീൻക സ്ത്രീധനം കൊടുത്ത മുതലല്ലേ ആ ബോട്ട്? ആ നീ കടലിലോ കായലിലോ നിന്റെ കെട്ടിയോടോ നെഞ്ചത്തോ ഇറക്കി തുഴഞ്ഞ് കളിക്കുക കമാലെ. തീട്ടം വെട്ടിയാൻ മുറിയാത്തൊരു പിച്ചാത്തിയിട്ട് ഇറങ്ങിയിരിക്കാണ് ഷൺമുഖനെ ക്ഷവരം ചെയ്യാൻ. കമാലെ, മോനെ കമലാസ, പുത്തമ്പള്ളി ജാറത്തിലെ വലിയ ഉസ്താദിന് ഉറുക്കെഴുതി കൊടുക്കാൻ നീ ആളാവുന്നൊരു കാലം വരില്ല. കാരണം ഇമാതിരി ഉടായ്പ വേലയും കൊണ്ട് ഷൺമുഖന്റെ അടുത്ത് വന്ന ബണ്ണ് പാലിൽ മുഖ്യമാതിരിയുള്ള ഈ ബോഡി ഉണ്ടല്ലോ, ഈ ബോഡി ഇത് കുത്തിക്കീറി കുടലും പട്ടം പുറത്തെടുത്ത് കല്ല് കുത്തിക്കയറ്റി തുന്നിക്കെട്ടി ഞാൻ കൊച്ചി കായലിൽ തള്ളും. സാർ, അപ്പൊ ഷൺമുഖൻ പോലീസാണോ? ഷൺമുഖൻ പോലീസുമാണ്.
ഈ പട്ടണത്തിലെ പോലീസുകാരുടെ നിത്യ തലവേദനയായിരുന്ന പയ്യൻ. എവിടെ അടിയുണ്ടോ അവിടെ ഷൺമുഖനുണ്ട്. വെട്ട് കുത്ത് തുടങ്ങിയ ലളിത കോമള കലാപരിപാടികളിലെല്ലാം എന്നും എവിടെയും ഷൺമുഖൻ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. തല്ലി ഒതുക്കിയില്ലേ പോലീസ്? ഉവ്വ, അതിന് ഇറങ്ങി പുറപ്പെട്ടവർക്കെല്ലാം കിട്ടി ഇടിയിട പെരുന്നാളും വെടിക്കെട്ടും. അന്തക്കാലം സ്ഥലം ഡിവൈഎസ്പി ആയിരുന്ന നടേശൻ പണിക്കരാണ് കണ്ടെത്തിയത് ഷൺമുഖൻ SSLC പാസ്സായ ഒരു അഭ്യസ്ത വിദ്വാനാണ്. കയ്യോടെ പോലീസ് ചേർത്തു. പക്ഷേ കാക്കി കാണുന്നതേ അലർജിയായിരുന്ന ഷൺമുഖ് അത് ഓഗസ്റ്റ് 15-നും ജനുവരി 26-നും മാത്രം ധരിച്ചു. പോലീസിലെ നിത്യമഫ്തി. ഒരു ഷൺമുഖൻ എന്ന് വെച്ചാൽ ഒരുപാട് ഷൺമുഖർ എന്ന് സാരം. എവിടെന്നോ കിട്ടിയ ഒരു മൊബൈൽ നമ്പർ വെച്ച് നമ്മൾ ഈ കൃഷിയർക്ക് എത്ര നാളാ ഇങ്ങനെ. ഒരു നാൾ ഷൺമുഖന്റെ പിടിയിൽപ്പെട്ട് പ്രാണൻ പോകും. ഓ, കരുനാക്ക് വളയ്ക്കാത്ത മഹാഭാവി. പറഞ്ഞത് മറക്കണ്ട. സമുദായം കൈവിട്ടാ പിന്നെ കതറ മൂരിക്കളഞ്ഞ് വള്ളവും വലയിട്ട് കടലിൽ പോണ്ടി വരും നിങ്ങളും ഞാനും. ആ ചെല്ല് ചെല്ല്. ആ ആരാ ഇത്? വാ വാ. ആ സല്യൂട്ട് അടിച്ച ആക്കല്ലേ ഷൺമുഖ അണ്ണാ. വാ വാ. അല്ല താനും കതറി കയറിയ അപ്പൊ സൂക്ഷിക്കണമല്ല. മലക്ക് പോകുമ്പോ കറുപ്പ്, പളനിക്ക് കാവി, വലതം മന്ത്രിക്ക് കതർ, അത്രേ ഉള്ളൂ. അല്ലാതെ രാഷ്ട്രീയത്തിലിറങ്ങി ഉള്ള ചീത്തപ്പേര് കളയാൻ ഷൺമുഖനില്ല. എന്തായിരുന്നു എന്നെ കാണണമെന്ന് തോന്നാൻ? സ്റ്റേറ്റുകാർ ഈ ചന്തിയമർന്ന ശേഷം ഷൺമുഖൻ എന്ന പേര് കേട്ടാൽ അറുമുഖനോ എന്ന് ചോദിക്കുന്ന സാറിന് എന്ത് പറ്റി? പടപീഠം വക്കീൽ എന്നെ കൈവിട്ടു. നീയും കൂടി ഇങ്ങനെ പറയല്ലേ. ഒന്ന് സത്യമാണ്, അയാളോട് നന്ദികേട് ഞാൻ കാണിച്ചിട്ടില്ല. എന്റെ ഫ്രാഞ്ചൈസ് മന്ത്രി, ആണുങ്ങളായാൽ ഒറ്റത്തന്തയ്ക്ക് പുറന്ന ഗുണം കാണിക്കണം. ഷൺമുഖന് നിങ്ങൾ മന്ത്രിയുടെ അല്ല മഹാരാജാവിന്റെ വേഷം കെട്ടി വന്നാലും ചന്തപ്പടിയിലെ യൂണിയൻ ഓഫീസിലെ പഴയ ബെഞ്ചക്കിടന്ന ഫ്രാഞ്ചൈസ് തന്നെയാണ്. പക്ഷേ വക്കീൽ മച്ചാനോട് നിങ്ങൾ കന്നന്തിരിവ് കാണിച്ചിട്ടുണ്ടേ 3.5 തരവാ നിങ്ങൾ ഇനി നിയമസഭ കാണുകയില്ല. മച്ചാൻ കാണിക്കല. ഷൺമുഖ നീ ഇങ്ങോട്ട് ഇരിക്കി, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്, എന്നിട്ട് നീ തന്നെ ഒരു സമാധാനം ഉണ്ടാക്ക്. ഒരു കുപ്പി ഇച്ചിരി വെള്ളം എടുത്ത് വെക്കാൻ പറ. പച്ചക്ക് കേൾക്കാൻ കൊള്ളുകയല്ല തന്റെ ഗുണവധിയാരം. അറക്കപ്പാട്ട് വർഗീസിന്റെ MG റോഡിലെ ഇരുതലവാളിയ കെട്ടിടം, കരിമണ്ണയിൽ ചന്ദ്രപ്പന്റെ കൈവശമായിരുന്ന കെട്ടിടം, വാടക കുടിശ്ശ നൽകാത്തതിന്റെ പേരിൽ അവര് തമ്മിൽ വഴക്ക് നടന്നു. വർഗീസിന് വേണ്ടി ചന്ദ്രപ്പനെ ഒഴിപ്പിച്ചെടുത്ത് നീ അവിടെ കയറി പൊറുതിയായെന്ന് കേട്ടു. വർഗീസിനിപ്പം കച്ചവടം മൊത്തത്തിൽ നഷ്ടം. വാടകയുമില്ല, കുടിശ്ശികയുമില്ല. കെട്ടിടത്തിന്റെ മുറ്റത്തോട്ട് പോലും നീ കയറ്റുന്നുമില്ല. എന്താ ഷൺമുഖ സാറേ, ശരിയാണോ പറഞ്ഞതൊക്കെ? അശനെ, അതങ്ങനെയല്ല. ഒഴിപ്പിക്കാൻ സഹായിച്ചാൽ വർഗീസ് ഒരു തുക പറഞ്ഞിരുന്നു, അത് കിട്ടിയില്ല. പുലിയുടെ വാല് പിടിക്കുകയല്ല, വായിൽ തല തിരികെയാ വർഗീസ് ചെയ്യുന്നത്. വർഗീസ് ചതിയാണ് കാണിച്ചത്. അപ്പൊ പിന്നെ വിടരുത്. ചതിക്ക് ചതി തന്നെ മറുപടി. മുഹമ്മദ് അലിയുടെ ബ്ലേഡ് ബിസിനസ് എല്ലാം നന്നായി പോകുന്നോ? എടാ, നേരും നെറിയോടെ ജീവിക്കണം എന്ന് ഞാൻ ഉപദേശിക്കുന്നില്ല. പക്ഷെ നെറുകേട് കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കരുത്. കള, ഞാൻ ഉപദേശിക്കാൻ പഠിപ്പിച്ചൊന്നുമല്ല. നിനക്കിപ്പോ ഒരു വീടുണ്ട് അല്ലേ? ഒരാളിനെ അവിടെ കുറച്ചു നാൾ താമസിപ്പിക്കണം. അവിടെ വെപ്പുന്നതിനുമൊക്കെ ഉണ്ടോ, അതോ മണ്ണെണ്ണയുടെയും ചാപ്പാടും വെളിയിൽ നിന്നാണോ? ജോലിക്കായിട്ടൊരു തള്ള വരും, സ്ഥിരമായിട്ടില്ല, വിളിച്ചാ വരും. വാ. ആരാണ് മാമാലി? ചിലപ്പോ വല്ല വിപ്ലവകാരുമായിരിക്കും. ഒളിവി കഴിയാനേ. വിപ്ലവകാരൻ നിന്റെ വാപ്പ. ഇതാള് നമ്മളിവിടെ വന്ന് നിന്നതോ ഞാൻ ഈ പറയുന്നതോ ഒന്നും കേട്ടിട്ട് തിരിഞ്ഞു നോക്കാത്തത് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാ. സംസാരിക്കാനും ശേഷിയില്ല. എനിക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. ആശാൻ പറയുന്നത് അനുസരിച്ചല്ലാതെ ശീലമില്ലല്ലോ. എത്ര നാളത്തേക്കാ എനിക്കിപ്പോ പറയാൻ കഴിയില്ല. ഞാൻ കൊണ്ടുപോയിക്കോളാം. വാ. ഇത് ഏതാന്ന് പറഞ്ഞില്ല. വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ എന്റെ കിട്ടിയപ്പോ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പറഞ്ഞു തരാനും ആരും ഉണ്ടായിരുന്നില്ല.
എടാ മമ്മലി, എന്താണ്? ഈ ആശാൻ പാർട്ടി ഓഫീസിനകത്ത് കയറി അടയിരിക്കണേലും കാര്യങ്ങളൊക്കെ അറിയണുണ്ടല്ലോ. ഈ വസ്തുവിന്റെ സകല ചരിത്രം വെച്ച് ഗീത് കേട്ടില്ലേ? കൊള്ള നാട് മുഴുവൻ ചാരന്മാരല്ലേ ആ പടപ്പിന്. പിന്നെ ഈ കഥ ടൗണിൽ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. ആറ്റം പണിയല്ലേ കൊടുത്തത്. ഷൺമുഖനിട്ട് പണിഞ്ഞാ മറുപണി എങ്ങനെയൊക്കെ വരുമെന്ന് പറയാനൊക്കെ എന്റെ പൊന്നാര മുത്തേ. ഇവിടത്തെ പെയിന്റ് അടി തീർന്നില്ലേ? ഒരു ഫിനിഷിംഗ് ആയില്ലല്ലോ. ഡീലർക്ക് തിരികെ കൊടുക്കാൻ പറ്റാ കേടുവന്ന പെയിന്റ് പാതി വിലക്ക് വാങ്ങിച്ചാണ് പൂശിയത്. പിന്നെ ഒരു അക്കൗണ്ടിനെ കൊണ്ട് പെയിന്റിങ്ങിനെ പണിയെടുപ്പിച്ചാലേ ഇത്രയും ഫിനിഷ വരത്തുള്ളു. അതാരാ ഈ അക്കൗണ്ട്? ഈ ഞാൻ ആ ബെസ്റ്റ്. കണക്കപ്പിള്ള എന്ന് പറയാനുള്ള വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടാടോ തനിക്ക്? ഉള്ള അറിവ് വെച്ച് കാര്യങ്ങൾ അണാപ്പായി വ്യത്യാസമില്ലാണ്ട് നടത്തി തരണണ്ടല്ല. ഓവേ, അല്ല ഈ കൊച്ചെന്താണ് വെളിയിൽ തന്നെ നിക്കണത്? അതിനകത്തോട്ട് വിളിച്ചോണ്ട് പോടാ. വാ കേറി വാ കൊച്ചെ. എടാ അതിന് ചെവി കേൾക്കാൻ പാടില്ല. ഞാൻ ആക്ഷൻ കൂടി ഇട്ടായിരുന്നു. വാ മോളെ. ഇതിന് പേരെന്താ? അന്നാന്ന. അന്നന്ന് പേരുണ്ടായിട്ടും വലിയ വിശേഷമൊന്നുമില്ല. കൈങ്കലം കാണിച്ചാലേ വല്ലതും തിരിയും. നല്ല മുഖപരിചയം ഉണ്ട് കേട്ടാ ഇതിനെ കാണുമ്പോഴേ. പൊടിക്കുഞ്ഞായതുകൊണ്ട് കണ്ടിരിക്കാൻ ചാൻസ് ഒന്നുമില്ല. പന്നി. പിന്നെ നീ ആ വെറോണിക്കത്തലോടൊന്ന് നിൽക്കാൻ പറ. ഇതിന് വല്ലതും വെച്ച് കാച്ചി കൊടുക്കണ്ടേ? ആ ഇനി ആ കലിപ്പ് തള്ളയുടെ മോന്ത കൂടി കാണണമല്ല. என்ன என்ன அப்படி பாக்குற? என்ன யோசனை சொல்லு. ஒன்னும் இல்ல, உன்னை கூட்டு வந்து இப்படி கஷ்டப்பட வைக்கிறேன்னு யோசிக்கிறேன். ஓ தொப்பு துறவ ஆளம்புன்னு வசதியா வாழ்ந்தவ, பெரிய வீட்டு செல்லம், இப்படி கூட்டிட்டு ஓடி வந்து கண்டவங்க துணியை துவைக்கவும் தேய்க்கவும் வச்சு பார்த்துட்டு இருக்கேன். கூட்டிட்டு ஓடி வந்து காரியம் முடிஞ்சதும் கைய கழுவிடல. பொண்டாட்டியா கௌரவமா வச்சு என்ன காப்பாத்திட்டு தானே இருக்க. பேசாம வேலையை பாரு. யோசனை பண்றாரா யோசனை. இன்னைக்கு மதியானம் வரைக்கும் தான் வேலை. நேரா ஒரு நல்ல ஹோட்டலுக்கு போய் பிரியாணி, மேட்னி ஷோ, விஜய் படம். என்ன ஓகேயா? ஏய் ആനന്ദം, ഇതാ പെട്ടെന്ന് അയൺ ചെയ്യണം. ശരി. എന്താടാ ഇനിമലെ വേണോടാ? இருக்கேன் சார். നിന്റെ കെട്ടിയോൾക്ക് എന്താടാ എന്നെ കാണുമ്പോ ഒരു വേറ? ഞാനങ്ങനെ പെമ്പിള്ളേരെ കടിച്ച് തിന്നൊന്നുമില്ലെന്ന് പറഞ്ഞേക്ക്. பாவம் சார், பிறந்த ஒரே சரியா பார்க்காத பொண்ணு. இப்பதான் டவுன் பழக்கத்துக்கு மேல வந்துட்டு இருக்கா. വരട്ടെ, വഴക്കപ്പെട്ട് വരട്ടെ. ഓടറാ. மானம் கெட்டவன். தெரியும். தீப்பொட்டியை மூஞ்சில வச்சு இழுப்பு இழுக்கலான்னு பார்த்தேன். நமக்கு எதுக்கு வம்பு? நம்ம வேலையை பார்க்கலாம். நீ போய் நிழல உட்கார். வேலை இப்போ முடிஞ்சிடும், கிளம்பலாம். ആരാ? ഷൺമുഖൻ എന്നോടൊന്ന് വരാൻ പറഞ്ഞിരുന്നു. ഷൺമുഖൻ അകത്തേക്ക് വരാം.
താൻ വരുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു സത്യത്തിൽ. നന്നായി താൻ എന്നെ മറന്നിട്ടില്ലല്ലോ. പലരെയും മറന്നിട്ടുണ്ട്, പല നിലവിളികളും ഞാൻ കേട്ടിട്ടുമില്ല. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ പഠിക്കാൻ പോണ പിള്ളേരെ മുമ്പും അതിൽ പിന്നീടും കൈവച്ചിട്ടില്ല. അന്ന് അങ്ങനെ അങ്ങ് പറ്റിപ്പോയി. ഒരു മാപ്പ് പറച്ചിലല്ല, എന്നെ കാണണമെന്ന് പറഞ്ഞു കേട്ടപ്പോ എന്തെങ്കിലും സഹായം എന്നോട് ആവശ്യപ്പെടാനാണെങ്കിൽ അത് ഞാൻ ചെയ്യും. എന്നെ കൊണ്ടാണ് എന്ത് സഹായം ഒരു തരത്തിലതെ. ഷൺമുഖന്റെ സ്റ്റേഷനിലെ പുതിയ ഇൻസ്പെക്ടർ അശോകാണ് എൻ്റെ അനിയൻ. അവന്റെ പ്രായവും അതിന്റെ ആവേശവും കാണും. വല്ല പ്രോബ്ലം ഉണ്ടായാൽ താനൊന്നും സീരിയസ് ആയി എടുക്കരുത്. ഞാൻ കേട്ടു, നേരി കണ്ടിട്ടില്ല, ഞാൻ നോക്കിക്കോളാം. അവന്റെ മുൻകോപത്തിന് പോയി പെടാൻ സാധ്യതയുണ്ട് ചില കുഴപ്പങ്ങളിൽ. എന്റെ കൺമിട്ടത്തുണ്ടെങ്കിൽ ഞാൻ കാത്തോളാം. നല്ല ഗ്ലാമർ. ഈ മുടിഞ്ഞ പണിയില്ലാതെ വേറൊന്നും കിട്ടില്ല ചെറുക്കന്. ആളൊരാളാ, ഒരുമാതിരി ഒരാളാ. കഴിഞ്ഞ ദിവസം പള്ളിമുക്കിന്ന് പിടിച്ച 4-5 പൂവാലന്മാരെ ഇടിച്ച് ഇടി പത വരുത്തി കളഞ്ഞു. അത് പ്രായത്തിന്റെ മാറിക്കോളൂ. ഷൺമുഖനെ ചാർജ് എടുത്ത് അന്നോട്ട് തിരക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ആഗ്രഹം കാണും. ഷൺമുഖ സാർ ഫേമസ് അല്ലേ? നേരിൽ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ സാർ. ട്രെയിനിങ് കോളേജിൽ ഇയാളെ കുറിച്ച് ഒരു ചാപ്റ്റർ പഠിക്കാൻ തന്നെയുണ്ട്. ഒരു പോലീസുകാരൻ എങ്ങനെയാവരുത് എന്നതിന് ഉദാഹരണമായിട്ട് തന്റെ പേര് പറയും. താങ്ക് യു സാർ. ആകെ ഒരു സ്റ്റൈലാണല്ലോ ഇത്. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ് ആയിരിക്കും. ശകല അമേരിക്കൻ ടച്ചാ. കൊച്ചിലെ മുതൽ ഇംഗ്ലീഷ് ഇവിടെ മുടങ്ങാതെ കാണുമായിരുന്നു. ക്ലിന്റ് ഈസ്റ്റ്വുഡാ നമ്മുടെ ഹീറോ. ജോലി പക്ഷേ അമേരിക്കൻ പോലീസിലല്ലല്ലോ. അല്ല, ഇവിടെ ഇവിടുത്തെ പോലീസുകാർക്ക് സർക്കാർ നിശ്ചയിച്ചൊരു വേഷമുണ്ട്. മാഹാബോറ. എനിക്ക് ഈ കാക്കി നിറമുണ്ടല്ലോ, അത് കാണുന്നതേ ചെടിപ്പാ. എന്താ കാക്കിയിട്ടത്ത് എനിക്ക് ചൊറിഞ്ഞു പൊങ്ങൂ? ചൊറിയലെന്ന് വിചാരിച്ച് താറും പാച്ച് നടക്കാൻ പോകൂ. നമുക്ക് നമ്മുടെ ഒരു സ്റ്റൈലില്ലേ? അതങ്ങ് തന്റെ അച്ഛയുടെ മുമ്പിൽ മതി ആ സ്റ്റൈലൊക്കെ. മാരീഡ് അല്ല, സിംഗിളാ. ഡോ, നാളെ തൊട്ട് മറ്റുള്ളവർ വരും പോലെ യൂണിഫോമിൽ സമയത്ത് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഞാൻ ഈ സ്റ്റേഷനിൽ ഇരിക്കുന്ന കാലം മുഴുവനും മര്യാദയ്ക്ക് ഡ്യൂട്ടി ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ എനിക്ക്? നമ്മളിത് എത്ര കാലമായി ഈ ഒരു സെറ്റപ്പിൽ. അതിപ്പോ എന്നെ സാറേ മാറ്റാനൊക്കെ പാടാ. അതിന് ഞാൻ ഈ വഴിക്ക് സ്ഥിരമായിട്ട് വരാനൊന്നും പോണില്ല. ഇതിപ്പോ പുതിയ സാറ് വന്നെന്നറിഞ്ഞ് ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി ഇറങ്ങിയതാ. അപ്പൊ ഞാൻ പോട്ടെ സാർ. അവിടെ കിടക്ക്. നീ എപ്പോ പുറത്തു പോകണമെന്ന് ഞാൻ പറയും. ചവിട്ടുമ്പോ ഒന്ന് പറഞ്ഞിട്ട് ചവിട്ടിക്കൂടെ സാറേ? സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ മാരേജ്. ഷൺമുഖൻ. ഒരു കൈതാടവനെ. പോട്ടെ സാർ. ഹലോ, ആ അശോക, അതേടാ ഞാൻ ഇറങ്ങാം. നത്തിങ് മച്ച്. ആ ചേട്ടൻ്റെ അടുത്തുനിന്ന് കയറണം. ചിലപ്പോൾ അവിടെ നിന്ന് ഫുഡ് ഇല്ലടാ, കള്ളില്ല, സീരിയസ് ആയിട്ടില്ല, ചുമ്മാ ഇല്ലടാ. ആ നടക്കട്ടെ, ഞാൻ വിളിക്കാം. ഷൺമുഖനാണ് സാർ, HC ഷൺമുഖൻ. മനസ്സിലായി. താനെന്താ? ഞാൻ സാറിനെ ഒന്ന് കാണാനായിട്ട് തന്നെ വന്നതാ. രാവിലെ നടന്ന കശപിശയിൽ നമ്മൾ ശരിക്കും അങ്ങോട്ട് പരിചയപ്പെട്ടില്ല. എനിക്ക് ശരിക്കും പരിചയമായി. മനസ്സിലാക്കി തന്നല്ലോ ഇയാളുടെ കൊമ്പത്തെ ഇൻഫ്ലുവൻസ്. ഓ, അതിപ്പോ ഞാനൊരു സഹായിയാ സാറേ. ഡിപ്പാർട്ട്മെന്റിലായാലും രാഷ്ട്രീയക്കാർക്കായാലും ചില സിറ്റുവേഷനിൽ ഷൺമുഖൻ ഉപകാരിയാ. സാറിന്റെ കൂടെ നിൽക്കും. അതിപ്പോ ഇന്ന കാര്യത്തിനൊന്നുമില്ല. സ്വന്തം ചങ്ക് പറിച്ചു തന്നില്ലെങ്കിലും ആരുടെയെങ്കിലും ചങ്കോ കരളോ വേണമെന്ന് പറഞ്ഞാൽ നല്ല വട്ടയിലയിലാക്കി
ഷൺമുഖം സപ്ലൈ ഇണക്കത്തി നിൽക്കണം. പക്ഷെ എടോ താൻ എന്നെ വരട്ടല്ലേ, ഞാനും ഇതേ സിറ്റിയിൽ കുരുത്തു പൊങ്ങിയതാ. മുമ്പ് ആ സ്റ്റേഷനിൽ ഇരുന്നവരെ താൻ ഇങ്ങനെ വിരട്ടിയും താങ്ങിയൊക്കെ ഇവിടെ വിലസിരുന്നെന്ന് എനിക്കറിയാം. നീ ആ റൂട്ടിൽ വരല്ലേ. എന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്ന കണക്കിനും കോലത്തിനും മതി. ബുദ്ധിമുട്ടാ എന്നാ കളഞ്ഞിട്ട് പോടോ. അതിലും നല്ല സാറിന് ഏതെങ്കിലും പൂച്ചത്രിക്കലേക്ക് ട്രാൻസ്ഫർ വാങ്ങിത്തെന്ന് പറഞ്ഞേക്കുന്നതല്ലേ. ഈ സ്റ്റേഷനിൽ ഷൺമുഖന്റെ പെരുമാറ്റച്ചട്ടമുണ്ട്. അനിയൻ അതിനകത്തുനിന്ന് കളിച്ചോണ്ടാ മതി. ഒരു ഫുൾ ബോട്ടിൽ ബ്രാൻഡി, 2 കോഴി ബിരിയാണി, നല്ല നീലച്ചടയൻ കാജാബിടിയിൽ തെറുത്തതൊന്ന്. അതായിരുന്നു കൂലി. മുമ്പേ പറഞ്ഞ ഇണങ്ങി നിന്ന ചങ്ങാതിമാർക്ക് വേണ്ടി കോളേജ് ക്യാമ്പസിൽ കയറി ഒരുത്തനെ കത്തിക്കാ കൂലിയത്. ഇന്ന് കാലത്ത് ചക്രം വെച്ച വണ്ടിയിൽ ഉരുളുന്നവനെ കണ്ടപ്പോ ഇച്ചിരി മനസ്താപം തോന്നി. അവനാ പറഞ്ഞത് അനിയൻ ചെറുക്കനെ കുറിച്ച്. അവനെ കാത്തോളണമെന്നും പറഞ്ഞു. അങ്ങനെ കാണാൻ വന്നത് ആ സ്റ്റേഷനിൽ. പുറകിൽ നിന്ന് ചവിട്ടിയാ നീ എന്നെ സ്വീകരിച്ചത്. മുന്നിന്നും പിന്നിന്നും പൊക്കിയ കൈയും കാലും ഒന്നും നിവർത്തി പെരുമാറിയിട്ടില്ല ഒരുത്തൻ. പിന്നെ ഇനിയും തമ്മിൽ കാണും, സ്റ്റേഷനിലും പുറത്തും. ഷൺമുഖനെ പാട്ടിനുട്ടേക്ക്. ഒരു പെരക്കകത്ത് ചക്രം വെച്ച് 2 വണ്ടികൾ തിരിയാൻ പാടാ സാറേ. പോട്ടെ. ചെവിടും കേൾക്കില്ല ബദൂരിക്ക്. എന്താടി കാണിച്ചു വെച്ചിരിക്കുന്നത്? ചുവര് ചീത്തേക്ക് നിന്റെ അപ്പന്റെ തറവാട്ടിൽ കൊണ്ടുവരുമോ പെയിന്റ് അടിക്കാനുള്ള കാശ്? ഒറ്റ കീറിയ വെച്ചെന്നല്ല. നിന്നോടാ പറഞ്ഞ കിണങ്ങരുന്നു. ഞാനങ്ങ് തല്ലിയൊന്നുമില്ല. നിങ്ങൾ ഏത് നരകത്തിൽ പോയി പണ്ടാരം കിടക്കായിരുന്നു. കാണിച്ചു വെച്ചിരിക്കുന്നുണ്ടാ. കൊച്ചുങ്ങളുണ്ടായ ആർക്ക് ഉണ്ടാക്കിയത് ആരായിരുന്നാലും ഇതൊരു മനുഷ്യ കുഞ്ഞല്ലേ ഷൺമുഖ. മിണ്ടി പറയാൻ പാങ്ങില്ലാത്തവരെ അറിയിച്ചാലേ ചാവുദോഷം കിട്ടൂട്ടാ. അത് ഞാൻ സഹിച്ചു. ഇതിനെ മുമ്പിൽ കൊണ്ടുപോയി. ആ മോളെ, വെണ്ണക്കല്ല് പതിച്ച് അരമനമാളികയുടെ ദേവരല്ലേ ചീത്തയാക്കി വെച്ചേക്കണത്. വെണ്ണക്കല്ലിൽ ഞാൻ ഒരെണ്ണം പണിയുന്നുണ്ട്. നിങ്ങളുടെ കാലം കൂട്ടിക്കെട്ടി മൂക്കി പഞ്ഞന്തിരികെ പെട്ടിയിലിട്ട് പൂട്ടി ഇറക്കി കടത്താൻ. പെറ്റ തള്ളയുടെ മരണം കൂടാ യോഗമില്ലാത്തവനല്ലേ നീ. ആ പൂതി എന്റെ അടക്കത്തിനങ്ങ് സാധിക്കേ. ചോദിച്ചട്ടെ, ഷൺമുഖ സാറാണോ? അല്ല, അങ്ങ് സംസാരിച്ചിട്ടുണ്ടോ? ആ സാറ് ചോദിക്കും. ഇന്നല്ലെങ്കിൽ നാളെ പരിചയപ്പെടേണ്ട ആളല്ലേ. ഹലോ, ഷൺമോഹൻ സാറാണോ? വണ്ടി ഓടിച്ചോണ്ടിരിക്കടാ പന്നി. ഡ്രൈവിംഗ് ആണെന്ന്. ഓക്കെ, നമുക്ക് പിന്നെ വിളിക്കാം. അപ്പൊ സാറിന് പറഞ്ഞ സംഗതികൾ പിടികിട്ടിയല്ലോ. അവരാളെ ഇറക്കുമതി ചെയ്ത് പണിയുന്ന സ്ഥിതിക്ക് നമ്മളും ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അല്ല, അവരിറക്കി കളിച്ചാ നമ്മൾ കേറി കളിക്കും. ഒന്ന് ഇടുക്കി വരെ ചെന്ന് ആടുതോമയും കീരിക്കാടിനെയും കൊണ്ടുവരാനാ അണ്ണൻ പറഞ്ഞത്. ആ 2 പേരുകളും എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ അവരൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ. സാറ് വഴിച്ചെലവിൽ കുറച്ച് കാശിങ്ങട്. ഇടുക്കിയിലേക്കൊക്കെ ഇപ്പൊ എന്നാ ദൂരം. അങ്ങോട്ട് വിട്. വൈകാതെ രണ്ടിലൊന്നും അറിയാലോ. ഏയ് ഇനി അധികം വൈകില്ല. അപ്പൊ പറഞ്ഞ പോലെ കോട്ടയം വന്നിട്ട് വിളിക്കാം. കോട്ടയം അല്ലടാ, ഇടുക്കി. ആ ഇടുക്കി എങ്ങനെ ഇടുക്കി വരട്ടെ. ഓക്കെ. ഇയാൾ ഇത്രയും മണ്ടനാണെങ്കിൽ ഇയാളെ മുതലാളി വിശ്വംബരൻ എന്നാ മണ്ടനായിരിക്കും. മണ്ടനല്ലാതെ പിന്നെ 25 ലക്ഷം രൂപ കരക്കാർ കൊണ്ടുപോവോ? കേരള കേരള നാളത്തെ കേരള, നാളത്തെ കേരള ഭാഗ്യവന്മാരെ തെരഞ്ഞെടുക്കുന്നു. നാളത്തെ കേരള സാറന്മാരെ, നാളത്തെ കേരള. ഇന്നത്തെ കേരളയുടെ അവസ്ഥ കണ്ടിട്ട് നാളത്തെ കേരളക്ക് വലിയ സ്കോപ്പ് കാണുന്നില്ല ചേട്ടാ. ഭാഗ്യം വരുന്ന വഴി ഏതാന്ന് പറയാൻ ഒക്കത്തില്ല സാറന്മാരെ. ഭാഗ്യം ദേ ഇപ്പൊ ഒരു കാറിലങ്ങ് പോയതേ ഉള്ളൂ. ചേട്ടൻ ആളെ വിട്. ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരു ബാബുടനല്ലേ പറയുന്നത്. ഒരു കുഴപ്പമുണ്ടാവില്ല. ഇത് പോവില്ല. നാളെ നാളെയാണ്, നാളെ നാളെ. എന്തായിരുന്നു അത്? ഭാര്യ ഭർത്തൃ കലഹം അതോ പ്രണയപ്പിണക്കം? കോപ്പ. ഇവനാ ബാബു, നായ് ബാബു. ഏതാ എനം? കണക്ടിംഗ് പീപ്പിൾ. മാതൃഭാഷയിൽ പറഞ്ഞാൽ ലൈംഗിക തൊഴിലാളികളെ ആവശ്യക്കാരുമായി ബന്ധിപ്പിക്കുന്ന ചങ്ങല, കയർ, അങ്കിൾ, മാം. മതി മതി മതി. പഞ്ചമഹായോഗങ്ങൾ 5 കാണും. നോക്കിയാൽ ജാതകത്തില്
ജന്മനാടും വീടും വിട്ട് ദൂരദേശത്ത് താമസിക്കാൻ യോഗമുള്ള കയ്യാണ്. മഹാറാണിയായി ജീവിക്കേണ്ട യോഗം വിട്ട് മനസ്സു പറഞ്ഞ വഴിയിലൂടെ കഷ്ടനഷ്ടങ്ങൾ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്ന കാലമാണ്. പക്ഷേ ഭാഗ്യരേഖയും കീർത്തിരേഖയും ചേരുന്നിടത്ത് അർദ്ധചന്ദ്രാകൃതിയാണ് കാണുന്നത്. കഷ്ടനഷ്ടങ്ങൾ മാറി നല്ല കാലമാണ് വരാൻ പോകുന്നത്. ഓ, ബാബുവിനോട് കണ്ടിട്ടുണ്ടല്ലോ. എന്ത് പേര്? ആനന്ദം. ആനന്ദം, പരമാനന്ദം. പച്ച പിയേഴ്സിട്ട് കുളിപ്പിക്കണം. 2 കോട്ട് പുട്ടിയും കൂടി ഇട്ടാൽ ഇത്രയും വാങ്ങിച്ചിട്ടിട്ട് നീ ഒന്നും പറയില്ലടാ. ആരാടാ കരടി ബിജു? നിന്നെയൊക്കെ ഉണ്ടാക്കിയ തന്തയോ? ഒന്ന് ഞാൻ പറയാം, ഒരു മറ്റടുത്ത സ്വാധീനമുള്ളവനും നിന്നെ ഒന്നും രക്ഷിക്കാൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കില്ല. ചങ്ക് കലക്കിയിട്ട് ഞാനിവിടെ ഇറക്കി വിടൂ. അതിനു മുമ്പ് പറയിപ്പിച്ചിരിക്കും ആ കോളേജിൽ നിന്ന് കാശ് കെട്ടതാരാണെന്നും കരടി ബിജുവിന്റെ മാളം എവിടെയാണെന്നും. ഒരു മയത്തിനൊക്കെ മതിയായിരുന്നു. പിള്ളേര് പിഴയാ. പുറത്തെവിടെയെങ്കിലും നാക്കിന് കിട്ടിയ അവന്മാര് പണി തരും. ആ പണി ഞാൻ മേടിച്ചോളാം. താൻ തന്റെ പാട് നോക്ക്. തടി കേടായ ആരും ഉണ്ടാവില്ല. ഒരുപാട് കാലം ജീവിക്കാനുള്ളല്ലേ സാറേ. കുഴപ്പമില്ല, തന്റെ സഹായം ഏതായാലും പ്രതീക്ഷിക്കുന്നില്ല. ദിവാര സർ, അവന്മാർക്ക് പച്ചവെള്ളം കൊടുത്തു പോരുത്. സർ. ആ, എന്നെ ആര് വിളിച്ചാലും തനിക്കോ മറ്റുള്ളവർക്കോ അറിയില്ല. മനസ്സിലായോ? ശരി സർ. ഇറച്ചിയില് മണ്ണ് പറ്റുമല്ലോ മോനെ. പഴയ ഇടിയൻ പോലീസിന്റെ ആറ്റിറ്റ്യൂഡൊക്കെ മാറേണ്ട സമയമായില്ലേ? 3rd ഡിഗ്രി ഒന്നും ഇത്ര ആളുകളുടെ അടുത്ത് ഒരു ഗുണം ചെയ്യില്ല. പ്രൊട്ടക്ട് ചെയ്യാൻ ആളുകളുണ്ടെന്ന ധൈര്യം, അതാണ് അവർക്ക് വിൽപ്പവർ കൊടുക്കുന്നത്. ഒരു തരത്തിൽ പോലീസ് തന്നെയാണ് ചെറുപ്പക്കാർ ആവശ്യത്തിനും അനാവശ്യത്തിനും തല്ലി ഇങ്ങനെ സീസൺ ഉണ്ടാക്കിയത്. ഇവന്മാരെ ഇടിച്ചാലൊന്നും പോരാ, ഗൂണ്ട ആക്ട് തന്നെ വരണം. ബോംബെയിലെ പോലെ തലയ്ക്കൊന്നിനൊരു ബുള്ളറ്റ്. ഒരു ദിവസം കൊണ്ട് വൃത്തിയാക്കിയെടുക്കാം ഈ പട്ടണം. ഉട്ടോപ്യൻ. നമ്മുടെ സോഷ്യൽ കണ്ടീഷൻസ് ബോംബെയിലേതല്ല. രോഗലക്ഷണത്തിനല്ല, രോഗത്തിനാണ് ചികിത്സ വേണ്ടത്. ആ, രാഷ്ട്രീയക്കാർ ഇവന്മാരെ ഉപയോഗിച്ച് തുടങ്ങിയോടെയാ മൊത്തം സീൻ മാറിയത്. രാഷ്ട്രീയം തൊഴിലായി സ്വീകരിച്ച ആളുകളാണ് ഈ നാടിന്റെ ശാപം. തൊഴിലായി എന്ത് സ്വീകരിച്ചാലും അതിലെ ഉയർച്ച മാത്രം, പ്രതിഫലം മാത്രമായിരിക്കും അവരുടെ ചിന്ത. അതിനായി എന്തു വഴിയും. മണി, മസിൽ. ഹായ്. ഹായ്. ആരാ അടുക്കള കയറിയത്? മനു ആണോ? നോ, ഇൻസ്പെക്ടർ ഉണ്ടാക്കിയ ചായ. ആ, എന്നാ ഷുവറാ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടാവില്ല. പോയി നോക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പ്ലേറ്റ്സ് കൂടെ കഴുകി വെച്ചിട്ടുണ്ട്. ആണോ? അശോകിനെ ഇന്ന് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല. വൈ? അശോക്, ഇന്നത്തെ ദിവസം ഏതാന്ന് മറന്നൂല്ലേ? എന്ത്? തലയിൽ മുഴുവൻ ഗുണ്ടകളും പൊളിറ്റീഷ്യൻസും, പിന്നെ ആവശ്യമില്ലാത്ത പലതും നിറയുണ്ടല്ലോ. എന്താ ശീല? പൂക്കളുമായി ഒരാളെ കാണാൻ പോവാറുള്ള ദിവസം ഇത്, നവംബർ 1. ഞാനെല്ലാം മറന്നു പോകുന്നു. സാരില്ല, പോയിട്ട് വാ. ലഞ്ചിന് ഞങ്ങൾ കാത്തിരിക്കും. ആരെ കാണുന്ന കാര്യ? ബെറ്റി, അശോകിന്റെ അവളുടെ ഓർമ്മ ദിവസം അന്ന്. ആ, 1-ാം തീയതി സാധനം എവിടുന്ന് കിട്ടി? അതെന്ത് ചോദ്യാശാനെ. ഞാനിപ്പോ 1-ാം തീയതിയെ അടിയുള്ളൂ. കിട്ടാതെ വരുമ്പോഴേ നമുക്ക് അടിക്കാൻ പൂതി കയറുന്നേ. ഒരെണ്ണം ഒഴിച്ച് വലി. അയ്യോ, എപ്പോഴാ കയറി വരികയെന്നറിയില്ല. മോന്റെ പ്രായമുള്ള എസ്ഐയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയ അത് നാണക്കേടാ. അടി പിടി മാഫി പിടികളെ. ആ, എന്താടാ ഇവിടെ? ഏതാ ടീം? നീ അവനൊന്ന് ഫോണിൽ പിടി. എടാ, ഫോണിൽ അവനെ ഒന്ന് പിടിച്ച് ബ്ലോക്ക് ചെയ്യേ. ഫോൺ ഓഫാണ്. ഏതാ സ്ഥലം?
പറഞ്ഞതല്ലേ ഞാൻ, നല്ല പച്ച മലയാളത്തില്. കേട്ടില്ല? കൊല്ലാൻ അല്ലെങ്കിൽ ചാവാൻ രാവിലെ കണ്ണും തുറന്നിറങ്ങുന്നവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തന് ദേഹം മുറിച്ച് ചോര വരുത്തിയ വിടില്ല അവന്മാര്. ഇരുളിലും മറവിലും കാത്തു നോക്കിയതുപോലെ. വാ, ഞാൻ കൊണ്ടുവിടാം. താങ്ക് യു, പൊയ്ക്കോളാം, വണ്ടിയുണ്ട്. പക്ഷെ ഷൺമുഖൻ, ഈ ടൈമിംഗ് അപാരം, ഈ സ്ഥലം, ഈ കൊട്ടേഷൻ, ആരാ ഇതൊക്കെ കൃത്യമായിട്ട് ഷൺമുഖൻ അറിയിക്കുന്നത്? കണ്ടോ, ഒരു ഉപകാരം ചെയ്തപ്പോ പാരയായി. എന്നെ ആര് വിളിക്കാൻ, എന്ത് പറയാൻ? സത്യത്തിൽ ഞാൻ ഈ വഴി പോകേണ്ടവനല്ല. ഈ വഴി പോയാൽ ഷോർട്ട് കട്ടാണല്ലോ എന്ന് കരുതി തിരിഞ്ഞു. അപ്പോഴാ. ശരി, ഇതുപോലുള്ള ഷോർട്ട് കട്ടുകളിൽ നമുക്ക് ഇനിയും കാണാം. എന്നെ കാണാൻ വേണ്ടി വഴിമാറി നടക്കണ്ട. ദിക്കറിയാതെ കുഴങ്ങി വീടത്തില്ല സമയത്തിന്. ഷൺമുഖൻ പോട്ടെ.